ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്രോമോ കണ്ടായിരുന്നു. എന്നിട്ട് പ്രോമോ ആണെങ്കിൽ ഫുൾ സെന്റി ആയിരുന്നു, ഫുൾ ബീജം ഇട്ട് അങ്ങ് കോളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രോമോ അവർ ട്രോൾ ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ എനിക്ക് മനസ്സിലാവാത്ത നമ്മുടെ ബിഗ് ബോസ് അത്രയും നിലവാരമില്ലാത്തൊരു ഷോ ആയിട്ട് മാറുകയാണ്. കാരണം അതിന് മാത്രം കണ്ടന്റ് ഒന്നും അവിടെ ഇല്ലേ ശരിക്കും. വേറെ ഒന്നുമില്ല. സാധാരണ എന്താ ഒരു നമ്മുടെ എന്തൊരു ടാസ്കിന്റെ ബംബും എന്നൊക്കെ വെച്ചിട്ടുള്ള കണ്ടന്റ് ഒക്കെ മീൻസ് പ്രോമോ ഒക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലുമൊക്കെയാണ് പ്രോമോ കാണിക്കുന്നത്. ഇത് ജാസ്മിന്റെ കണ്ണീര്, അതാണ് ഇന്നത്തെ പ്രോമോ. അതായത് ശരിക്കും പറഞ്ഞ സീരിയലിനൊക്കെ പ്രോമോ കണ്ടിട്ടില്ല, അതേപോലെ തന്നെയുണ്ട്. ഫുൾ ബീജം ഇട്ടങ്ങ് കോളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് പ്രോമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി പോയി. അവർ ശരിക്കും ട്രോളാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും എന്താ പറയാ, ശരിക്കും ബിഗ് ബോസിന്റെ പ്രോമോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു വേണ്ടത്. ഇനി ഞാൻ പ്രോമോനെ കുറിച്ച് പറയാം എന്തായാലും. അപ്പൊ വീഡിയോ ഏതായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ പ്രോമോ വേറെ ഒന്നല്ല, ജാസ്മിൻ ആണെങ്കിൽ കരഞ്ഞ് കരഞ്ഞങ്ങ് തളർന്ന് അവിടെ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് ഇന്ന് രാത്രി തൊട്ട് ഓൾറെഡി നമ്മുടെ ഗബ്രി നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ ജാസ്മിനെ, കണ്ടായിരുന്നോ ലൈവിനകത്ത്? ഓൾറെഡി എപ്പിസോഡിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, ലൈവിനകത്ത് നടക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ആ സംഭവമാണ്. അതിനുശേഷം ജാസ്മിൻ പോയി റസ്മിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് തോന്നുന്നു ഫുൾ കരച്ചിലായിരുന്നു, രാത്രി ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു ജാസ്മിൻ. അപ്പൊ ഫുൾ കരച്ചിലായിരുന്നു തോന്നുന്നു. അതിനുശേഷം നമ്മുടെ ഗബ്രി എടുത്തോട്ട് പോകുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, നിന്റെ പുറകെ, അതായത് നിന്റെ അടുത്ത് വരാനായിട്ട് 10 പേരുണ്ടാവും, പക്ഷെ നീ ആ 10 പേരെയും അടുപ്പിക്കുന്നില്ല. എന്നിട്ട് 11ാമത് ഞാൻ വരുമ്പോ എന്നെയും നീ അടുപ്പിക്കുന്നില്ല എന്നാണ് സത്യം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്റെ മാനസികാവസ്ഥ നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്. അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വീക്കായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വീക്കിൽ ഇത്രയും, അതായത് ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വന്ന് പറഞ്ഞിട്ടും ഇല്ലാത്തൊരു ഇതാണ് ഇപ്പോ ജാസ്മിനും ഗബ്രിക്കും ഉള്ളത്. ഗബ്രിക്കാണെങ്കിൽ ഒരു രീതിയിലുള്ള താല്പര്യമില്ല, അതായത് ജാസ്മിനുള്ള ഫ്രണ്ട്ഷിപ്പിനോടും വലിയ താല്പര്യമായിട്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനോടായിട്ടും ശരിക്കും താല്പര്യം കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. ഒരാൾക്കാണെങ്കിൽ ജാസ്മിൻ ഇപ്പൊ വേണ്ടത് ഗബ്രിയുടെ പ്രണയം, അതായത് ഫുൾ ഭയങ്കരമായ രീതിയിലുള്ള ഒരു പ്രണയമാണ് ജാസ്മിന് വേണ്ടത്. പക്ഷെ ഗബ്രിക്ക് അതിന് താല്പര്യമില്ല. അപ്പൊ അത് ജാസ്മിൻ അത് വേണമെന്നാണ്. പക്ഷെ അതാണ് ജാസ്മിൻ അവിടെ തളർത്തുന്നതാണോ അത് നാടകമാണോ എന്ന് അറിയത്തില്ല എന്തായാലും. അപ്പൊ അതാണ് കാര്യം. എന്തായാലും എനിക്ക് തോന്നുന്നു, എനിക്കത് ശരിക്കും പെട്ടെന്ന് സംഭവിച്ചത് ഒരു പിടുത്തവും ഇല്ല. കാരണം പെട്ടെന്നാണ് അവർക്കൊരു മാറ്റം വന്നത്. ഈ ഒരാഴ്ച ഇപ്പൊ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഭയങ്കരമായ മാറ്റം കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ മുമ്പത്തെ വീക്കാണ് ജാസ്മിൻ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചതും പറഞ്ഞത്. അപ്പോഴൊക്കെ ഭയങ്കര ഒന്നും കൂടെ അങ്ങ് സ്ട്രോങ് ആണ് ചെയ്തല്ലേ, അവരുടെ റിലേഷൻ ഒന്നും കൂടെ അങ്ങ് സ്ട്രോങ് ആണ് കാണിച്ചത്. ഈ വീക്ക് ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ ചേഞ്ചസ് കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല ശരിക്കും എന്ത് സംഭവിച്ചേ. ഇനിയിപ്പോ ജിൻഡോ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് റസ്മിൻ കുറച്ച് ലെറ്റർ എഴുതി പുറത്തു പോയപ്പോൾ വന്നപ്പം ഇങ്ങനെ ബാത്റൂമിൽ ലെറ്റർ എഴുതി കൊടുത്തു, അത് ശരിക്കും സംഭവിച്ചതാണോ എന്നൊക്കെ തോന്നി പോകുന്നുണ്ട്. കാര്യം അവര് ശരിക്കും വ്യക്തമായി അറിഞ്ഞു തോന്നുന്നു, നെഗറ്റീവ് അടിച്ചു. അല്ലെങ്കിൽ ജാസ്മിന്റെ ഓൾറെഡി സായി പറഞ്ഞ കുറച്ചൊക്കെ അറിയാൻ തോന്നുന്നു നമ്മുടെ ആർക്ക് ജാസ്മിന് പുറത്ത് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അതുകൊണ്ടാണോ പുതിയ നാടകത്തിലോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം ജാസ്മിൻ ഭയങ്കരമായിട്ട് വീക്ക് പോലെയാണ് കാണിക്കുന്നത്. പക്ഷെ വീക്ക് ആണ് ഞാൻ ഒരിക്കലും പറയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ മറ്റേ പ്രോമോ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത്, ജാസ്മിൻ ഇങ്ങനെ പറയുന്നു മാറി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇനി പുതിയ നാടകമാണ് കാണുന്നത്. ജാസ്മിന്റെ ആണെങ്കിൽ ഒരു നിരാശ കാമുകിയായിട്ടുള്ള ഒരു നാടകവും, അതുപോലെ തന്നെ ഗബ്രിയുടെ ആണെങ്കിൽ ഒറ്റപ്പെടുത്തുക, അതായത് ജാസ്മിൻ എന്നെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നാടകമാണ് ഗബ്രിയുടെ വക കാണുന്നത്. ഇനിയിപ്പോ പ്രേക്ഷകർക്ക് എന്തായാലും പുതിയ നാടകം കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അവരുടെ നാടകം. വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനകത്ത്. ഇനി എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ആഴ്ച ഇനിയിപ്പം നമ്മൾ ലാലേട്ടൻ വരുമല്ലോ, അപ്പൊ ലാലേട്ടൻ വരുമ്പോ ഇനിയിപ്പോ ലാലേട്ടൻ പറയുമായിരിക്കും, ജാസ്മിന്റെ ചോദിക്കുമായിരിക്കും, അതായത് ജാസ്മിനെ ഗബ്രി കൺഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും ജാസ്മിൻ പറയും അത് എന്നെ കൺഫ്യൂഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. എന്തായാലും ഗബ്രിനെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും ജാസ്മിൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് എന്തായാലും ഇത് കണ്ട് വെറുത്തെന്ന് മാത്രമല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ചില സമയത്ത് കാണുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഈ പ്രോമോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് സങ്കടമാണോ തോന്നിയത്, അതുപോലെ അല്ലെങ്കിൽ എന്തോ ഇങ്ങനെ എന്നെ പോലെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാനാണോ തോന്നിയത്? അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.